കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം, നമ്മുടെ ഹൃദയത്തിന് ബലവും കർത്താവ് കൽപ്പിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന, ദൈവം തൊടുന്ന, ദൈവ സാന്നിധ്യം ധാരാളമായി അനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനത്തിൻ്റെ വെളിച്ചം ജീവിതത്തിൻ്റെ മേഖലകളിൽ ഇന്ന് പ്രകാശിക്കുമ്പോൾ അത് നിശ്ചയമായി അനുഗ്രഹത്തിന് വഴി ഒരുക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ നിലയിൽ ഇന്ന് ഒരു മഹത്വം കാണുന്ന ദിവസമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യം. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിൽ നിന്ന് ഞാൻ എൻ്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെടുത്ത ശൗലിൻ്റെ പരാജയവും ദൈവം ആ സ്ഥാനത്തുനിന്ന് നീക്കിക്കളയുന്നതും ദാവീദിൻ്റെ തലമുറയെ ഉറപ്പിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ ശബ്ദം ദൈവം കേൾപ്പിക്കുന്ന അനുഭവങ്ങളും ഇന്ന് പരിശുദ്ധാത്മാവ് ആഴം ശക്തമായി ഇടപെടുന്ന ദൂത്. ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിൽ നിന്ന് ഞാൻ എൻ്റെ ദയ നീക്കിയതുപോലെ നിൻ്റെ മുമ്പിൽ നിന്ന് തള്ളിക്കളഞ്ഞ്. അപ്പോൾ വ്യക്തമായി കണ്ടിരിക്കുകയാ, നീക്കിക്കളഞ്ഞത്, തള്ളിക്കളഞ്ഞത്. ആ നിലവാരത്തിൽ മുമ്പിൽ കണ്ടിരിക്കുന്ന ആ കാഴ്ച യാഥാർത്ഥ്യമായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് ആഴമായി വെളിപ്പെടുത്തുന്ന ദൂത്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ഈ ഒരു അവസ്ഥയല്ലേ, ആയിരിക്കുന്ന മണ്ഡലത്തിൽ, ആയിരിക്കുന്ന തലത്തിൽ പലരെയും തള്ളിക്കളഞ്ഞു, പലരെയും നീക്കിക്കളഞ്ഞു. ആ ഒരു കാഴ്ച കണ്ട് ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണോ? ഭ്രമിച്ചു പോകുന്ന ഒരു സമയമാണോ? ആയിരിക്കുന്ന തലങ്ങളിൽ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. സാഹചര്യങ്ങൾ പ്രതികൂലമായി നീങ്ങി മാറത്തക്ക നിലയിൽ സാഹചര്യം അവർക്ക് പ്രതികൂലമാക്കി സാഹചര്യങ്ങൾ തീർത്തപ്പോഴും ഇന്ന് അതേ സാഹചര്യത്തിലും അതേ അവസ്ഥയിലും അതേ തലത്തിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ദൂത ദൈവം നീക്കത്തില്ല. അതിനകത്തുനിന്ന് ആരൊക്കെ നീക്കുവാൻ ശ്രമിച്ചാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞ് ശ്രമിച്ചാലും ദൈവം ആ മണ്ഡലത്തിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അത് ദൈവത്തിൻ്റെ നീതിയുടെ പ്രവൃത്തിയുടെ മേഖലകളാണ്. ഇന്ന് ഭ്രമിച്ചു നിൽക്കുന്ന, ഭയപ്പെട്ടു നിൽക്കുന്ന ജീവിതങ്ങൾ വചനം കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് ആഴമായി അവരോട് ദൂത് ഇടപെടുക. നിൻ്റെ മുമ്പിൽ നിന്ന് ചിലരൊക്കെ മാറിപ്പോയി, ചിലരൊക്കെ ദൈവം തള്ളിക്കളഞ്ഞു, അധികാരികൾ തള്ളിക്കളഞ്ഞു. എന്നാൽ അവിടെ ദൈവമാണ് നിർത്തിയിരിക്കുന്നത് എന്ന ആഴമായൊരു പ്രത്യാശ, ദൈവമാണ് അവിടെ ഉറപ്പിച്ചിരിക്കുന്ന ആഴമായ വിശ്വാസം ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ പകരുക. ദൈവം ഉറപ്പിക്കുക, നീങ്ങിപ്പോകാത്ത വാഗ്ദത്തം, മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ പദ്ധതി, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ഇടപെടൽ, അതാ ജീവിതത്തിൻ്റെ മേഖലകളിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നത്. ഹൃദയത്തിലെ ഭയങ്ങൾ മാറട്ടെ, ഹൃദയത്തിലെ ആകുലതകൾ മാറട്ടെ. പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. കുടുംബത്തിൽ നിന്ന് ചിലതൊക്കെ നീക്കുവാൻ ശത്രു പദ്ധതി തയ്യാറാക്കിയപ്പോഴും, ചില രോഗം വിട്ടും ചില വിഷയങ്ങളൊക്കെ ഇട്ട് ശത്രു നീക്കിക്കളയാൻ നോക്കിയപ്പോഴും ദൈവത്തിൻ്റെ പൈതലെ, നീക്കുവാൻ കഴിയത്തില്ല, മാറ്റുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഉറപ്പുള്ള വാഗ്ദത്തം കൂടാരത്തിലുണ്ട്, ജീവിതത്തിലുണ്ട്. ഇന്ന് മനോദുഃഖത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മ പ്രത്യാശയുടെ ദൂത് പകരുക.
വചനം ആഴമായി വിശ്വസിക്കട്ടെ, നീങ്ങിപ്പോകത്തില്ല. മാറ്റമില്ലാത്തൊരു ദൈവപ്രവർത്തിയാ എന്നിൽ വെളിപ്പെട്ടത്. ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ മുമ്പിൽ പലരും മാറിപ്പോയി, പലരെയും തള്ളിക്കളഞ്ഞു, പലരെയും ഉപേക്ഷിച്ചു, പലരെ നീങ്ങിപ്പോകുന്ന നിലയാരത്തിൽ സാഹചര്യങ്ങൾ വെളിപ്പെട്ടു. എന്നാൽ ആ തലത്തിൽ ദൈവം നിർത്തിയിരിക്കുന്നെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കട്ടെ. അത് വാഗ്ദത്തമാക്കി, അത് ദൈവപ്രവർത്തിയാക്കി ദൈവം ഉറപ്പിക്കുന്നൊരു മണ്ഡലമാണെന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ഇന്ന് വിശ്വസിക്കട്ടെ, എൻ്റെ ജീവിതത്തിലെ ആ അനുഭവങ്ങൾ നീങ്ങിപ്പോകത്തില്ല. ദൈവം എനിക്ക് തന്ന ജോലി അത് നീങ്ങിപ്പോകത്തില്ല. ദൈവം എനിക്ക് തന്ന തലമുറ അത് മാറിപ്പോകത്തില്ല. ഏതൊക്കെ വാഗ്ദത്തങ്ങളുണ്ടോ അതൊക്കെ നീങ്ങിപ്പോകാത്തതാ, എൻ്റെ കൂടെ നിലനിൽക്കുന്നതാ. ആ തലത്തിലാണ് ദൈവം എന്നെ സഹായിക്കുന്നത്, ദൈവപ്രവർത്തി കാണുന്നത്. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം. ഉറപ്പിക്കുന്ന വാഗ്ദത്തം, ദൈവത്തിൻ്റെ വിശ്വസ്തത മുമ്പിൽ പലരെയും തള്ളിക്കളഞ്ഞപ്പോഴും ഇപ്പോഴും ആ സ്ഥാനത്ത് ദൈവം നിർത്തിയിരിക്കുക, ആ സ്ഥലത്ത് ദൈവം നിർത്തിയിരിക്കുക. ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ടല്ലോ, ദൈവത്തിന് പദ്ധതിയുണ്ടല്ലോ. കർത്താവെ, വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനം വിടുതലായി തീരണം, ആശ്വാസമായി തീരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കരുണ തോന്നുന്ന ഒരു ദിവസമായി മാറുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.